ഈ എനർജി ആവശ്യമില്ലായി അവിടെ തന്നെ നിന്നാ. സീതാപതി രാമചന്ദ്ര കീ, രാധാപതി കൃഷ്ണചന്ദ്ര കീ, ഗൗരീപതി ചന്ദ്രചൂഡ കീ, പവന സദാ ഹനുമാൻ കീ. അവിടെ ചെയ്യുന്നത് ഈ പുള്ളിക്കാരിയാണെന്ന് തോന്നുന്നു ഇതിന്റെ മെയിൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ അവർ ഏറ്റവും കൂടുതൽ മുഴച്ചു നിൽക്കുന്നത് ഭക്തിയാണ്. തീർച്ചയായിട്ടും മക്കളെ ഓവറാണ്, കാക്ക കുളിച്ചാൽ ഒക്കാവില്ല, ഭജനയുടെ പവിത്ര നശിപ്പിക്കാൻ ആരെങ്കിലും പണമോ മറ്റോ തന്നിട്ടുണ്ടോ സംശയിച്ചാൽ കുറ്റം പറയാനില്ല, പാടാൻ വന്നാൽ പാടിയിട്ട് പൊക്കോണം. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഞാൻ വളരെയധികം സംഗീതത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സംഗീതം ജീവശ്വാസമായി കരുതുന്ന ഒരാളാണ്. എന്നെ കുറേ കാലമായിട്ട് അറിയുന്ന ആൾക്കാർക്ക് കുറച്ചുപേർക്കെങ്കിലും അത് അറിയുന്ന കാര്യമാണ്. ഞാനൊരു സംഗീത വിദ്യാർത്ഥിയും കൂടെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ നമുക്ക് പല സമയങ്ങളിലും ഇപ്പോഴും നമ്മുടെ നോസ്റ്റാൾജിക് മൊമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഈ അമ്പലങ്ങളിൽ കേൾക്കുന്ന പാട്ടുകൾ, അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ആരാധനാലയങ്ങളിൽ കേൾക്കുന്ന, അതായത് നമ്മുടെ പള്ളികളിലൊക്കെ കേൾക്കുന്ന പാട്ടുകളൊക്കെ നമുക്ക് ഇന്ന് നമ്മുടെ മനസ്സിനകത്ത് ഇങ്ങനെ കൂടെ നടക്കുന്ന പാട്ടുകളാണ് അല്ലേ. അതിനകത്ത് മതവും ജാതി മറ്റൊന്നുമില്ല. അപ്പോൾ ഇപ്പം റീസെൻ്റായിട്ട് നമ്മുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും കേൾക്കുന്നൊരു പാട്ടാണ്. എന്താണ്? ശംഖുമില്ല കുഴലുമില്ല നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്നീ നഗ്ന സംഗീതം നിൻ കാൽക്കൽ വീണടിയുന്നു, വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു, നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ കുളിരുന്നു, പറയരുതേ രാധയറിയരുതേ ഇത് ഗുരുവായൂരപ്പ രഹസ്യം. ദാസേട്ടൻ പാടിയ പാട്ടാണ്. ദാസേട്ടൻ പാടിയ ഈ പാട്ട് മറ്റ് പല വ്യക്തികളും ഗാനമേള, ഭജന, മറ്റ് സംഭവങ്ങളുടെ വേദികളിലും നമ്മൾ പാടുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് അത്രയും ഇഷ്ടമാണ് ആ പാട്ടുകളൊക്കെ. അതിനെ തുടർന്ന് കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ ഈ പാട്ട് വളരെയധികം ട്രെൻഡിങ്ങിലേക്ക് എത്തിച്ചത് നന്ദഗോവിന്ദം ഭജൻസ്. വളരെ നല്ല രീതിയിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് ചെയ്യുന്ന ഒരു ഭജന വളരെ എനിക്കിഷ്ടമാണ്. അവർക്ക് ഒരുപാട് ആരാധകരെന്ന് കേരളത്തിലുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു കീഴ്വഴക്കത്തിൻ്റെ ശൈലി ഒരു ഗാനമേള ടൈപ്പൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക കച്ചേരി ടൈപ്പാണ്. പക്ഷേ ഇവിടെ കച്ചേരി ടൈപ്പിൽ റിയൽ ആയിട്ടുള്ള പാട്ടുകൾ ഒരു ഓർക്കസ്ട്രേഷനോടുകൂടി തന്നെ അവരുടെ ഒരു ഭജന രീതിയിൽ ഒരു പുതിയൊരു നവീകരിച്ച രീതിയിൽ അത് കൊണ്ടുവന്ന് അവതരിപ്പിച്ചപ്പോൾ അതിന് വളരെയധികം വലിയൊരു കയ്യടിയാണ്. അതിനെ തുടർന്ന് വേറെ പല കോൺട്രവേഴ്സിയും വന്നു. പല ആൾക്കാരും എനിക്കതൊക്കെ അയച്ചതിനുണ്ടാണ്. ഞാൻ അതിനെക്കുറിച്ച് ചെയ്യാൻ തയ്യാറായില്ല. അത് വേറെ തരത്തിലൊരു കോൺട്രവേഴ്സി, അത് പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി പോലെയൊക്കെ ആക്കി. അതിനോട് എനിക്ക് താല്പര്യമില്ല. ബിക്കോസ് സംഗീതത്തിന് അങ്ങനെ കൊണ്ട് കെട്ടാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഇതൊക്കെ പറഞ്ഞു വരുന്നത്, ഇപ്പം സിതാനി ഭജൻസ് എന്ന് പറയുന്ന ഒരു ഭജന സംഘം ഇറങ്ങുന്നു. കുറച്ച് പെൺകുട്ടികളാണ്. അപ്പം ഇവരുടെ ഈ ഭജന ഈ ശരിക്കും നന്ദഗോവിന്ദം ഭജൻസിനെ കണ്ടു പഠിച്ച് അവരെ ഇൻസ്പയർ ചെയ്ത് വന്നതുപോലത്തെ കാണിക്കുന്ന കുറേ കോപ്രായങ്ങൾ കാണിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഒരു പാട്ടെങ്കിലും നമുക്ക് കേട്ടു നോക്കാം, എന്നിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് കാണാതെയും കേൾക്കാതെയും അഭിപ്രായം പറയുന്നത് ശരിയല്ല. നമുക്ക് കേട്ടു നോക്കാം എന്താണ് അവരുടെ ഇതിൻ്റെ പ്രശ്നമെന്ന്. ഈ എനർജി ആവശ്യമില്ലായി അവിടെ തന്നെ നിന്നാ. സീതാപതി രാമചന്ദ്ര കീ, രാധാപതി കൃഷ്ണചന്ദ്ര കീ, ഗൗരീപതി ചന്ദ്രചൂഡ കീ, പവന സദാ ഹനുമാൻ കീ. അവിടെ ചെയ്യുന്നത് ഈ പുള്ളിക്കാരിയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ മെയിൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇതിനകത്ത് ഇപ്പം ഞാൻ എൻ്റെ കർണാട്ടിക് സംഗീതം പഠിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ കുഞ്ഞു പ്രായത്തിലാട്ടോ. അപ്പം അത് പഠിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നിർത്തി. സാഹചര്യങ്ങളൊക്കെ ലൈഫിൽ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ്. വളരെ ഒരു 10ാം ക്ലാസ് വരെയൊക്കെ പഠിച്ച് പിന്നെ നിർത്തി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ പോയി പഠിക്കുമായിരുന്നു. അപ്പം നമ്മുടെ രാജീവ് സാർ, വെള്ളറ ടി ആർ രാജീവ് എന്ന് പറയുന്ന രാജീവ് വെള്ളറ, അദ്ദേഹമാണ് എൻ്റെ ഗുരു. അദ്ദേഹം എന്നെ പാട്ട് പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് കുറേ ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചിട്ടവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് പാട്ട് നമ്മൾ അഭ്യസിക്കുന്നതോടൊപ്പം അത് എങ്ങനെയാണ് അവതരിപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതിനകത്തൊക്കെ വരുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ സ്റ്റേജിൽ കയറി അനാവശ്യമായിട്ട് ഗോഷ്ഠികൾ കാണിക്കാതിരിക്കുക എന്നുള്ളത്. കാരണം ഞാൻ പാട്ട് പാടുന്ന സമയത്ത് ഇന്നും കാണിക്കും, കയ്യൊക്കെ എടുത്ത് പൊക്കി ഇങ്ങനെ കാണിക്കും. പക്ഷെ സാറ് അതിനെയൊക്കെ എപ്പോഴും ഒരു ചിട്ടയോടുകൂടി പാട്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ശരീരത്തിനെ കടത്തി ആട്ടുക അല്ല.
നമ്മൾ മറ്റ് അംഗവിക്ഷേപം കാണിക്കുന്നല്ല, ശാരീരം ശബ്ദമാണ് നമ്മൾ പരമാവധി അതിനെയാണ് നമ്മൾ ശ്രദ്ധിക്കുകയും അതിനെ ട്രെയിൻ ചെയ്ത് നമ്മൾ നന്നാക്കുകയും ചെയ്യേണ്ടത്. ഓക്കെ, ഇന്നിപ്പോൾ ഹിന്ദുസ്ഥാനി പഠിക്കുന്നു, അപ്പം അവിടെയും എനിക്ക് കിട്ടുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പം ഇപ്പം മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ ഈ കുട്ടി ഒരു പൊതു സ്റ്റേജിൽ ഒരുപാട് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കുന്നതിൻ്റെ ഒരു ഭാഗം കൂടെയാണ്. ഇപ്പോൾ വെറുതെ ഒരു കച്ചേരി നടത്തുന്നത്. ഇപ്പോൾ കച്ചേരി എത്ര പേര് കേൾക്കും? നിങ്ങളിൽ എത്ര പേര് കച്ചേരി കേൾക്കും? ഇല്ല, കച്ചേരി കേൾക്കാൻ വളരെ കുറവാണ്. കാരണം അത് വളരെയധികം മ്യൂസിക്കിന് ഇഷ്ടപ്പെടുന്ന ഒരു കച്ചേരി കേൾക്കുള്ളൂ. അല്ലാത്തവർ ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഭജന കേൾക്കാൻ വേണ്ടിയിട്ട് പോകും. ഓക്കെ, ഭജന സാധാരണ ഒരു ഗാനമേള ടൈപ്പ് പോലെയൊക്കെ പാടുന്ന നമ്മൾ കേൾക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ കുറച്ച് പെൺകുട്ടികൾ ഒരു സംഭവം ചെയ്യുന്ന സമയത്ത് ഇവരെ ടിപ്പിക്കലായിട്ട് വന്നിരുന്ന് ഒരു പാട്ടൊക്കെ വന്നിരുന്ന് പാടിക്കഴിഞ്ഞാൽ, അഥവാ ഒരു പാട്ട് കഴിഞ്ഞ് അടുത്ത പാട്ട് അടുത്ത ഓക്കെ ഒരു ഭക്തിസാന്ദ്രമാവും എന്നതിനപ്പുറം ആ ഒരു സാധനത്തിന് ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു ലെവൽ കൊണ്ടുവരാനായിരിക്കണം അവർ അത് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ആവശ്യത്തിനും അനാവശ്യത്തിനും കൂട്ടിച്ചേർത്തോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. കാരണം നമ്മൾ എന്ത് കാര്യവും അതിനകത്ത് ഒരു ആവശ്യത്തിന് ചേരുവകൾ ചേർത്താൽ വളരെ എൻ്റർടൈൻമെൻറ്റ് ആക്കാൻ പറ്റും. പക്ഷേ അത് മോശമായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ആ കുട്ടികൾ പാടുന്നത് മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചില ആക്ടിങ് പരിപാടികൾ കാണിക്കുന്നത് അല്പം കുറയ്ക്കണം. കാരണം അത്രത്തോളം അതിന് ആവശ്യമുണ്ടോന്ന്. കാരണം അത് ഭക്തിയാണ് പ്രധാന സംഭവം അല്ലേ. നമ്മൾ ഇപ്പോൾ ഈ ഒരു പാട്ട് ഇപ്പോൾ ഇവരിത് പാടുകയാണെങ്കിൽ ഇങ്ങനെ എനിക്ക് പാടുക, ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാ ദിവ്യരൂപം. ഇപ്പം എൻ്റെ സാറന്മാരും പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഭക്തി എന്നുള്ള സാധനം അതോടൊപ്പം തന്നെ ലയം, ഭാവം, സ്വരശുദ്ധി, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഈ ഘടകങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മളെ കേൾക്കുന്ന ആളിൻ്റെ, ആ ശ്രോതാവിൻ്റെ കാതിന് ഇമ്പമായിട്ട് വേണം നമ്മൾ പരമാവധി അത് അഭ്യസിച്ചിട്ട് വേണം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ചുമ്മാ വന്നിരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും കാണിക്കാൻ പറ്റും. ഇപ്പം സീതാപതി രാമചന്ദ്ര ജയ എന്ന് പറഞ്ഞ ഈ ഒരു സാധനം അവർ പാടിയിരിക്കുന്നത് മോശമായിട്ട് എനിക്ക് യാതൊരു അഭിപ്രായമില്ല. പക്ഷേ അതിനകത്ത് ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കാണിക്കുന്ന സംഭവം ചിലപ്പോൾ അത് അവരുടെ ആൾക്കാരെ ഒന്ന് അതിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതാവാം. എങ്കിലും ചെറിയ രീതിയിലൊരു ഇത് തോന്നി. നമുക്ക് അതിൻ്റെ ചെറിയ കമൻറ്റ് ബുക്സ് ഒന്ന് ചെറുതായിട്ട് നോക്കാം. സത്യം പറഞ്ഞാൽ ആക്ടിങ് കണ്ടിട്ട് ദേഷ്യമാണ് വരുന്നത്. ആൾക്കാർ അതാണ് പറയുന്നത് കേട്ടോ. ഇത് തുടങ്ങിയ പോലെ അവസാനിക്കാറായി. ഈ ചിരിയുടെ ആവശ്യം, ഇത് ഭജനല്ലേ? ഭജൻ ഇപ്പം എനിക്ക് ഭജൻ ഇപ്പം ഹിന്ദുസ്ഥാനിലും ഭജൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ അതിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ പ്യുവറായിട്ടുള്ള മ്യൂസിക്കാണ്, പ്യുവർ മ്യൂസിക്. അതിനകത്ത് വേറെ ഒരു ശരീരത്തിൻ്റെ ഇതൊന്നുമില്ല, അതിനകത്ത് മൊത്തം മ്യൂസിക്കാണ്. അപ്പം ആ ചിരി കുറയ്ക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതൊരു വെറുപ്പിക്കലായിട്ട് ആൾക്കാർ തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ചിലപ്പോൾ സ്റ്റേജിൽ ഇരുന്ന് കാണുന്നവർക്ക് ചിലപ്പോൾ അതൊരു സന്തോഷകരമായിട്ടുള്ള ഉണ്ടാവും. മറിച്ച് ഇത് പബ്ലിക്കിലേക്ക് വരുന്ന സമയത്ത് ഒരു ചെറിയൊരു വിമർശനം വന്നതിന് നിങ്ങളങ്ങനെ, പക്ഷേ നിങ്ങൾ പാട്ട് മോശമല്ല. ഞാൻ സീരിയസ്ലി പറയാം, പാട്ട് മോശമല്ല. സത്യം പറഞ്ഞാൽ ഭജന അതിൻ്റെ ഒരു ബഹുമാനം കൊടുത്തേ പാടും. തീർച്ചയായിട്ടും മക്കളെ ഓവറാണ്, കാക്ക കുളിച്ചാൽ ഒക്കാവില്ല, ഭജനയുടെ പവിത്ര നശിപ്പിക്കാൻ ആരെങ്കിലും പണമോ മറ്റോ തന്നിട്ടുണ്ടോ സംശയിച്ചാൽ കുറ്റം പറയാനില്ല. പാടാൻ വന്നാൽ പാടിയിട്ട് പൊക്കോണം. ഇത് മ്യൂസിക്കിനെ കുറിച്ച് അറിയുന്നവരാണിത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരിതിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കും. ഞാൻ സത്യം പറഞ്ഞാൽ അവർ ഈ പുതിയ കാലഘട്ടത്തിൽ എല്ലാത്തിലും മാറ്റം ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആ മാറ്റം വരണമെന്നും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഒരു ടിപ്പിക്കൽ സെറ്റപ്പിൽ നിന്ന് മാറി അവർ ചെയ്യുന്നതെങ്കിൽ നോക്കാം. അടുത്തത് വേറെയൊക്കെ ഒരുപാട് എന്താ അല്ല, അത് ഇപ്പൊ അവിടെ സ്റ്റേജിൽ അവിടെ നിന്നൊരു ഓഡിയൻസ് ആയിട്ടുള്ള ആരോ ആണ് അത് അതിനകത്ത് കയറി എന്തോ ചെയ്തത്. അവർ വളരെ രസകരമായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളതാണ്. നോക്കാം. ഇത് രസമായിട്ടാണ് പാടുന്നത്. ഇവരെ പാട്ട് ഒരു മോശവുമില്ല. സീരിയസ്ലി അടിപൊളിയായിട്ട് പാടുന്നത്. എനിക്ക് തന്നെ അത് കേട്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ അതെ, സ്വാമിക്ക് പമ്പയൊരു പൂണുലയൻ ആത്മാവല്ലയോ കോവിലേ ഉടയോര് തനനാനന്ദനേ സങ്കടം. നോക്കട്ടെ, അടുത്ത് പള്ളിക്കെട്ട്.
ഓക്കെ, ഇതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പാട്ട് നന്നായിട്ട് ഞാൻ പാടിയിട്ടുണ്ട്. ഞാനൊരു മുസ്ലിമാണ്, എനിക്ക് ഭക്തനെ വലിയ ഇഷ്ടമാണ്. അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഗൂസ് ബംസ് ആണ് സീരിയസ്ലി. ലവ് ഫ്രം തമിഴ്നാട്. ഓക്കെ, നന്ദഗോവിന്ദം ഭജൻസ് ഒരുപാട് ജനങ്ങൾക്ക് പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് പ്രചോദനമായിട്ടുണ്ട്. അവരുടെ എളിമയും ഭക്തിയും കൂടി കൈക്കൊള്ളണം. മേക്കപ്പിൽ ഒരുപാട് ശ്രദ്ധിക്കാതെ ഒരു ചന്ദന കുങ്കുമ കുറിയൊക്കെ തൊട്ട് ഭക്തിസാന്ദ്രമാക്കൂ മക്കളെ. എല്ലാവിധ ഐശ്വര്യങ്ങളും അയ്യപ്പൻ നൽകട്ടെ. സോ അവർ ആഗ്രഹിക്കുന്നത് ഇപ്പം ഭക്തിമയത്തിൽ നിൽക്കുന്ന ഒരാൾ, ഭക്തിമയോ ശിവശക്തി, ഇപ്പം ഭക്തിയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം ആ ഒരു ഇതിൽ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെയാണ്. അപ്പം അതുകൊണ്ടാണ് അവർ പറയുന്നത് നന്ദഗോവിന്ദം ഭജൻസിൽ കാണുന്നത് പോലെ നിങ്ങളൊരു എളിമയും വിനയവും അത്യാവശ്യം ഈ ഇതൊക്കെ ഒന്ന് കാണിക്കുക. പിന്നെ ഒരു കാര്യം, ഈ നന്ദഗോവിന്ദം അത്യാവശ്യം ഫേമസ് ആയി. ഇപ്പം പണ്ട് നമ്മുടെ ഉണ്ണിമേനോൻ പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഉണ്ണിമേനോൻ മാത്രമല്ല, വേണുഗോപാൽ, ഉണ്ണിമേനോൻ, പല ഗായകന്മാർ പിൽക്കാലത്ത് പറഞ്ഞ കാര്യമാണ്. ഇവരെല്ലാവരും നമ്മുടെ ദാസേട്ടൻ അനുകരിക്കുന്നു. അതിനനുകരിച്ചിട്ട് കുളമാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. ആക്ച്വലി അവർ പറഞ്ഞത് ഞങ്ങൾ ആരെ കണ്ടാ പാടേണ്ടത് അല്ലേ? സാക്ഷാൽ ഗാനഗന്ധർവൻ പാടി വെച്ചേക്കുന്ന പാട്ടുകൾ ഇത്രയും ഉണ്ട്. നമ്മൾ കുഞ്ഞുകാലം മുതൽ കേൾക്കുന്ന പാട്ടുകളാണ്. അത് ഇങ്ങനെ പതിഞ്ഞിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ശൈലിയും അദ്ദേഹം പാടുന്നത് പോലെ അദ്ദേഹത്തിന് അല്ലാതെ ആരെയാണ് ഇത് ഇമിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പോലെ അല്ലാതെ ആരെയാണ് ശൈലിയാണ് നമ്മൾ പിന്തുടരേണ്ടത്? ന്യായമല്ലേ? ഇവിടെ മുത്തുസ്വാമി ദീക്ഷിതരുണ്ട്, പുരന്ദരദാസൻ അല്ലേ, ത്യാഗരാജസ്വാമി, ഇങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഈ പറയുന്ന പല മനുഷ്യന്മാർ പല കാലഘട്ടത്തിൽ ഈ സംഗീതത്തിന് ഈ നിറത്തിൽ ഈ ഭാവത്തിൽ നമ്മൾ കേൾക്കുന്ന രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ അടിസ്ഥാനപരമായതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട്, കർണാട്ടിക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇന്ത്യൻ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ആയിക്കോട്ടെ, അതൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്, വേറെ ഉണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാം പല ആൾക്കാരിലൂടെ ഇങ്ങനെ വന്നു. അതുപോലെ തന്നെ ഗായകന്മാരിലൂടെ വന്നു. അതിനുശേഷം പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ അതിലുള്ള പുതിയതായിട്ട് വരുന്ന കാര്യങ്ങൾ അവർ അഡോപ്റ്റ് ചെയ്യട്ടെ. അതിന് നമ്മൾ അങ്ങോട്ട് വലിയ ഇതാവണ്ട എന്നുള്ളതാണ്. പക്ഷെ നന്ദഗോവിന്ദത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നന്ദഗോവിന്ദത്തിന് ഒരു ട്രേഡ് മാർക്ക് എന്ന് വെച്ചാൽ അവരുടെ ഒരു ഭയങ്കര രസമാണ് അത് കേൾക്കാൻ. ഇവരെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല, ഈ പിള്ളേരെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. ബിക്കോസ് അവരും വളർന്നു വരട്ടെ. ഇപ്പോൾ ഒരുപാട് പേര് ഭജന മേഖലയിൽ ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഗാനമേള, ടിപ്പിക്കൽ ഗാനമേള നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഗാനമേള പോലെ തന്നെ ഭജന അവതരിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ പോയി പാടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഉള്ളാരും പറയാമല്ലോ. പക്ഷേ ഇത് എന്ത് രസമെന്നറിയും, ഇതിനകത്തൊരു മ്യൂസിക് ആ ഇരുന്ന് പാടുമ്പോൾ തന്നെ ശരിക്കും മ്യൂസിക്കിൻ്റെ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് വരുന്നത്. നമ്മളിപ്പം മ്യൂസിക് പഠിക്കുന്നത്, അഭ്യസിക്കുന്നത്, നമ്മുടെ അല്ലാതെ എന്താണ് ക്ലാസിക്കൽ പാടുന്നതൊക്കെ ഇരുന്നുകൊണ്ടാണ്, നിന്നുകൊണ്ട് പാടാറില്ല, അത് ഇരുന്നുകൊണ്ടാണ് പാടാറ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും വന്നേക്കുന്നത്. കച്ചേരി ടൈപ്പിലാണ് ഈ സാധനത്തെ കൊണ്ടെത്തിച്ചേക്കുന്നത്. പക്ഷേ ഈ നന്ദഗോവിന്ദം ഇത് നന്നായിട്ട് ഇത് ചെയ്തു. പക്ഷേ ഇരുന്നുകൊണ്ട് ഭജന ഇഷ്ടം പോലെ ഉണ്ട്, വേറെ പണ്ടേ ഉണ്ട്. ഓക്കെ, ഇതുകൊണ്ടാണ്, നമുക്ക് നോക്കാം. ഹരനേ ഹരനേ വിനയുടെ ഹരനേ ഹരനുടെ മകനേ കരിവര മുകനേ ശരവണ ഭവന മുരുകന സഹനേ പരനേ പരനേ പമ്പാ ഗണപതിയേ. ഇവിടെ അവർ ഏറ്റവും കൂടുതൽ മുഴച്ചു നിൽക്കുന്നത് ഭക്തിയാണ്. ഇതിനകത്ത് വളരെ ഒരു ഡിവൈനിറ്റി ഉണ്ട്. അവിടെ ഇല്ലെന്നല്ല കേട്ടോ, ഞാൻ ഒരിക്കലും കമ്പയർ ചെയ്തിട്ടില്ല. ആ കുട്ടികൾ അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ നന്നായിട്ട് പാടിയിട്ടുണ്ട്. അവരൊരിക്കലും മോശക്കാരല്ല, പാട്ടിലൊരിക്കലും മോശമൊന്നും ഞാൻ പറയത്തില്ല. ചില കാര്യങ്ങൾ അവരുടേതായിട്ടുള്ളൊരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കാം, ആൾക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ചില പൊടിക്കൈകൾ ചെയ്യുന്നതായിരിക്കാം. എന്നാലും മ്യൂസിക്കിന് ഇതല്ല ആവശ്യം. പക്ഷേ ഒരു വളരെ ബഹുദൂരം ഭജനയൊക്കെ തന്നെ ഒരുപാട് മണിക്കൂർ ചിലപ്പോൾ നീണ്ടു നിന്ന് വരാം. അപ്പോൾ അത്രയും സമയവും ഇരുന്ന് ഒരു പാട്ട് കഴിഞ്ഞ് അടുത്ത പാട്ടെന്നുള്ളതിനപ്പുറത്തേക്ക് ഇടയ്ക്കുള്ള ചില ഗ്യാപ്പുകളിൽ ചിലപ്പം വിശ്രമവേളകൾ ആനന്ദകരമാക്കണമല്ലോ അല്ലേ? മ്യൂസിക് പാട്ട് പാടുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥയോടെ ചിന്തിക്കണം. പറയില്ല, ഒന്നും പറയില്ല, അതേ പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു കോരിത്തെരിപ്പാണ് അല്ലേ? സോ അതുകൊണ്ട് പുതിയ കാലഘട്ടത്തിലെ പിള്ളേരും ഇപ്പം അവരും നമ്മുടെ ഇതാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പം ഒരു ചില കാര്യങ്ങൾ ഇങ്ങനെ അവർ ആൾക്കാരിലേക്ക് കൂടുതൽ എത്താൻ വേണ്ടിയിട്ടോ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ കാണിക്കുന്ന ചില നുറുങ്ങ് വിദ്യകളായിട്ട് കണ്ടാൽ മതി. നമ്മുടെ അനിയത്തിമാരൊക്കെ തന്നെയല്ലേ അവർ കാണിക്കുന്നത് കൊച്ചു കാര്യങ്ങൾ. അവരും ഭജനയായിട്ട് ഇത്രയും കൂട്ടത്തോടെ വന്നിരുന്ന് അവരും ചെയ്യുന്നില്ലേ പ്രോഗ്രാം. അപ്പോൾ ആ ചെയ്യാനുള്ള ഒരു ധൈര്യത്തിന് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇനിയും ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലെ വേദികളിലേക്ക് എത്തണം. അവരും ഇതുപോലെ ഭജനയോ അല്ലെങ്കിൽ ഗാനമേളയോ ഒക്കെ അവരും വരണം. അവരും മുമ്പോട്ട് വന്ന് അതും അടിപൊളിയായിട്ടൊക്കെ പാട്ട് പാടട്ടെ നമ്മൾ ആഗ്രഹിക്കണം. എത്രയോ പെൺകുട്ടികൾ ഇപ്പോഴും മ്യൂസിക്കൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഒരുപാട് അവസരങ്ങൾ അവർക്ക് കിട്ടും. കാരണം സിനിമാ മേഖലയും മറ്റുള്ള മേഖലകളിലേക്ക് അധികം മ്യൂസിക്കിൽ ആൾക്കാരെ ആവശ്യമില്ലാത്ത അവസ്ഥ, റാപ്പും മറ്റുള്ള പല കാര്യങ്ങളൊക്കെ വരുന്നു.
എന്നാൽ ആ മേഖലയിൽ നിൽക്കുന്ന ഗായകർക്ക് പോലും അവസരമില്ലാതാവുന്നു. അപ്പം ഈ സ്റ്റേജ് കലാകാരന്മാരെന്നുള്ള പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരെ പരമാവധി സ്റ്റേജിലേക്ക് എത്തുക, അതുപോലെ തന്നെ പഠിച്ചിറങ്ങുന്ന ഒരുപാട് നന്നായിട്ട് പാട്ട് പാടുന്ന ആൾക്കാർ, ഞാനൊന്നും അല്ല കേട്ടോ, നന്നായിട്ട് പാടുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരും വരട്ടെ അല്ലേ. അപ്പം അവർക്ക് ഇതുപോലെ അവസരങ്ങൾ കിട്ടട്ടെ. നമ്മളെ കുഞ്ഞനിയത്തന്മാർ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ട് കളയണം, അല്ലാതെ അവരെ രൂക്ഷമായി വിമർശിച്ച് കൊല്ലണ്ട. അവർ വളർന്നു വരട്ടുന്നത്. മ്യൂസിക് അല്ലേ, സംഗീതമല്ലേ, സംഗീതം അനന്ത സാഗരമാണ്. അത് വരട്ടെ, എല്ലാവരിലൂടെ അത് വരട്ടെ. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആരുടെ ഫാനാണ് ഈ ഭജനയിൽ? താഴെ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വീണ്ടും ഗൈസ്, ബൈ.